ഹായ് എവരിവൺ. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ജെനസിസ് ചാപ്റ്റർ 5 ആണ്. അപ്പോൾ ജെനസിസ് 5-ൽ നമ്മൾ കാണുന്നത് ആദാമിൻ്റെ വംശാവലിയാണ് നമ്മളവിടെ കാണുന്നത്. ആദാമിൻ്റെ വംശാവലി എന്ന് പറയുമ്പോൾ സേത്തും പിന്നീടുള്ള തലമുറയിലുള്ള വംശാവലിയിലുള്ള ആൾക്കാരെയാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൈനിൻ്റെ വംശാവലിയിലുള്ളവരെ പറ്റി നമ്മളത് കണ്ടു. അവരൊക്കെയും ദൈവത്തെ വിട്ടകന്ന് ജീവിക്കുന്നവരായിരുന്നു. അവരൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അവരുടെ തെറ്റുകളുടെ കാഠിന്യം കൂടിക്കൂടി വരുന്നതായിട്ട് നമ്മൾ അവിടെ കണ്ടതാണ്. പക്ഷെ നമ്മൾ സേത്തിൻ്റെ തൊട്ടുള്ള വംശാവലി നോക്കുമ്പോൾ അവരൊക്കെ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ച വ്യക്തികളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ അതിലെടുത്ത് പറയേണ്ടത് നോഹയും അതുപോലെ ഹാനോക്കിനെയുമാണ്. ഇവരെ രണ്ടുപേരെയാണ് നമ്മളവിടെ പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത്. ബാക്കിയുള്ളവരൊക്കെയും ദൈവത്തെ അറിഞ്ഞ വ്യക്തികൾ തന്നെയാണ്. പക്ഷെ അവർ എത്രമാത്രം ദൈവത്തെ അറിഞ്ഞു എന്നല്ല, എത്രമാത്രം ദൈവമായിട്ട് വ്യക്തികളുടെ ബന്ധം ഉണ്ടായിരുന്നെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ഹാനോക്കിൻ്റെ ജീവിതം നോക്കുമ്പോൾ, ആദ്യമേ നമ്മൾ ഹാനോക്കിൻ്റെ കാര്യം നോക്കാം. ഹാനോക്കിൻ്റെ ജീവിതം നോക്കുമ്പോൾ ഹാനോക്ക് മാത്രമാണ് 365 വർഷം ജീവിച്ചത്. ബാക്കിയുള്ളവരൊക്കെ ഒരു 900+ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ അതിനടുത്തോളം ഇയേഴ്സിലവർ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹാനോക്ക് മാത്രം 365 വർഷം ജീവിക്കാനിടയിൽ തീർന്നു. ബാക്കിയുള്ളവരൊക്കെയും ഒരു 900 ഇയേഴ്സ്, 900 വർഷത്തിൽ അധികം ജീവിക്കേണ്ട ബാക്കിയുള്ളവരുടെ ഇടയിൽ തീർന്നു. അങ്ങനെ ഹാനോക്കും നോഹയും അവർ രണ്ടുപേരും മാത്രം ദൈവമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മേൽ ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം ഹാനോക്കിനായിരുന്നപ്പോൾ ദൈവം മരണത്തിലൂടെ കടന്നു പോകാൻ ദൈവം ഹാനോക്കിനെ അനുവദിച്ചില്ല. ഹാനോക്കിനെ ദൈവം അങ്ങ് എടുത്തുകൊണ്ട് പോയി. കാരണം ദൈവത്തിന് അത്രമാത്രം ഇഷ്ടമുണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു ഹാനോക്കെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ദൈവം മരണത്തിലൂടെ കടത്തിവിടാതെ താൻ തന്നെ വന്ന് ഹാനോക്കിനെ എടുത്തുകൊണ്ട് പോയത്. പക്ഷെ നോഹയുടെ കാര്യം നോക്കുവാണെങ്കിൽ, നോഹയുടെ തലമുറ എത്തിയപ്പോൾ നോഹ മാത്രമായിരുന്നു ദൈവത്തെ വിശ്വസിച്ച് അല്ലെങ്കിൽ ദൈവത്തെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന വ്യക്തി. അതുകൊണ്ട് ആ വ്യക്തിയെ ദൈവം എങ്ങനെയൊക്കെയാണ് ദൈവം ഉപയോഗിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. തന്നെയും തൻ്റെ കുടുംബത്തെയും കുറച്ച് മൃഗങ്ങളെ മാത്രം രക്ഷിച്ചിട്ട് ബാക്കി എല്ലാത്തിനും ദൈവം പ്രളയം വെച്ച് നിഗ്രഹിച്ച് അവരെ ഇല്ലാതാക്കി വെച്ചത്. നാളെ നമ്മൾ അതിനെപ്പറ്റി നോക്കുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്നുള്ളത്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത്, നമ്മളെപ്പോഴും ദൈവമായിട്ട് നല്ലൊരു വ്യക്തിപരമായിട്ടൊരു ബന്ധം നമ്മൾ ദൈവമായിട്ട് ഉണ്ടാകുന്നതാണ്. ദൈവം നമ്മളിൽ നിന്ന് അത് വളരെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഏതൻ തോട്ടത്തിൽ ദൈവം അതാണ് ചെയ്തത്. ദൈവം വെയിലാറുന്ന സമയത്ത് അവരുടെ കൂടെ, ആദമിനോട് ഹവ്വയുടെയും കൂടെ സമയം ചെലവഴിക്കുന്ന ദൈവം വരുമായിരുന്നു. അതിനർത്ഥം എന്ന് വെച്ചാൽ ദൈവത്തിന് മനുഷ്യരുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു പേഴ്സണലായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ദൈവത്തിന് താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സേത്തൊട്ടുള്ള വംശാവലിയുള്ളവർ നോക്കുവാണെങ്കിൽ പോലും അവരൊക്കെ നല്ല വ്യക്തികളായിരുന്നു. പക്ഷേ നമ്മൾക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റുന്നത് ഹാനോക്കിൻ്റെ നോഹയുടെ കാര്യമാണ്. അവരായിരുന്നു ദൈവവുമായിട്ട് വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധം അവർക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവർക്ക് ഉണ്ടായിരുന്നായിരിക്കാം, അത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ പ്രത്യേകിച്ച് ഇവരെ എടുത്തു പറയുന്നുണ്ട്. അതിനർത്ഥം അവർക്ക് അത്രമാത്രം ദൈവമായിട്ട് നല്ല ക്ലോസ് ആയിട്ടുള്ള ബന്ധം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ബ്ലെസ്സിങ്സ് അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കാൻ ഇടയായിത്തീർന്നു. ദൈവം ആഗ്രഹിക്കുന്നതും ദൈവമായിട്ട് അത്രയും നല്ല ബന്ധത്തിൽ ജീവിക്കുന്ന വ്യക്തികളെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന നമ്മളോട് കൂടെ അത്ര നല്ലൊരു ബന്ധം നമ്മളോട് കൂടെ ബന്ധത്തിലിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ നമുക്ക് അതിനൊരു താല്പര്യം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അത് ബാക്കി ദൈവം നോക്കിക്കോളും എന്നുള്ളൊരു കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ചിന്ത നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമത്തിൽ